പരശുശ്രൂഷയുമായി ഈ ലോകത്തിന്റെ നെറുകയിലേക്ക് ഇറങ്ങി വരുവാനിടയായി തീർന്നു. പരശുശ്രൂഷകളുടെ വേളയിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അരികിൽ വന്നിരിക്കുന്ന ഒരൊറ്റ വ്യക്തിക്ക് പോലും വിടുതൽ ലഭിക്കുവാൻ ഇരുന്നിട്ടില്ല. പലർക്കും വലിയ വിടുതൽ അവൻ പ്രദാനം ചെയ്യുവാനിടയായി തീർന്നിട്ടുണ്ട്. അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ പെട്ട മനുഷ്യന്റെ ജീവിതത്തിൽ വലിയ വിടുതൽ വ്യാപരിക്കുവാനിടയായി തീർന്നിട്ടുണ്ട്. കണ്ണു കാണാൻ മേലാതെ ദേവാലയത്തിന്റെ അരികിൽ ഇരുന്നു കൊണ്ട് അലറിക്കരഞ്ഞ് നിലവിളിച്ച് യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ച ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അവന്റെ ജീവിതത്തിലേക്ക് വെളിച്ചം പകർന്ന് അവന്റെ കണ്ണിലേക്ക് വെളിച്ചം പകർന്നു കൊടുത്ത് അവനൊരു ജീവിതമുണ്ടാക്കി കൊടുക്കുവാൻ കഴിയുന്ന ഒരു കർത്താവായ യേശു ക്രിസ്തുവിനെ വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാനിടയായി തീരും. 38 വർഷമായി നടക്കുവാൻ കഴിയാതെ പക്ഷപാതം എന്ന രോഗവുമായി ഈ ഒരു കുളത്തിന്റെ കരയിൽ കിടന്ന മനുഷ്യനെ കർത്താവായ യേശു ക്രിസ്തു അവനെ വിടുവിക്കുന്ന ഒരു സാഹചര്യത്തെ നമുക്ക് കാണുവാനിടയായി തീരുന്നുണ്ട്. അങ്ങനെ വിവിധ കരകളിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം രുചിച്ചറിഞ്ഞിട്ടുള്ള ആളുകളാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാനിടയായി തീരുന്നത്. എന്നാൽ അങ്ങനെ യേശു മനുഷ്യന്റെ ഇടയിൽ പാർത്തു. അവൻ വേഷത്തിൽ മനുഷ്യനായി ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യരൂപമെടുത്ത് ഭൂമിയിൽ കടന്നു വന്ന് മനുഷ്യന്റെ കൂടെ പാർത്തു. അവനോടുകൂടെ ഉണ്ണുവാനും ഇറങ്ങുവാനും ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുവാൻ ഒരു യേശുവിന് കഴിഞ്ഞെങ്കിൽ ഇന്ന് മുതൽക്കാലം അങ്ങനെ മനുഷ്യന്റെ ജീവിതത്തെ തൊട്ടറിഞ്ഞുകൊണ്ട് മനുഷ്യന്റെ അവസ്ഥകളെ തൊട്ടറിഞ്ഞുകൊണ്ട് അവന്റെ വേദനകൾക്ക് പരിഹാരം നൽകിക്കൊടുത്തുകൊണ്ട് അവന്റെ കൂടെ ജീവിച്ച് അവന്റെ കൂടെ നിലകൊണ്ട ഒരു സത്യത്തെയാണ് ഞങ്ങൾ ഇന്ന് പകൽക്കാലം നിങ്ങളോട് വിളിച്ചു പറയുന്നത്. ഇന്ന് ഞങ്ങൾ ഈ സത്യം വിളിച്ചു പറയുമ്പോൾ ഞങ്ങൾ ശ്രമിക്കുന്ന മാന്യശ്രോതാവേ, നീ ഏതവസ്ഥയിലാണെന്ന് ഞങ്ങൾക്കറിയത്തില്ല. എന്നാൽ ഞങ്ങൾ ഉയർത്തേണ്ട കർത്താവിനറിയാം നീ ഏതവസ്ഥയിലാണെന്ന്. ഞങ്ങൾ ഇവിടെ ഉയർത്തുന്ന യേശു ക്രിസ്തുവിന്റെ ആ സാന്നിധ്യം നിന്റെ ജീവിതത്തിൽ കടന്നു വന്നാൽ നിന്റെ ജീവിതം ധന്യപൂർണ്ണമായി തീരുവാൻ ഇടയായി തീരും. ഇത് ഞങ്ങളൊരു വെറുപ്പാക്ക് പറയുന്നതല്ല, ജീവിതാനുഭവത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഉച്ചയിസ്വരം വിളിച്ചു പറയുകയാണ്. നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുവാൻ കഴിയാൻ ഇവിടുത്തെ ഒരു പ്രത്യേക ശാസ്ത്രങ്ങൾക്കും കഴിയത്തില്ല. ഇവിടുത്തെ ഒരു നവോത്ഥാന നേതാക്കന്മാർക്കും കഴിയത്തില്ല. ഇവിടെയുള്ള ഒരു നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്കും ഒരു മനുഷ്യന്റെ ജീവിതത്തെ മാറ്റം വരുത്തുവാൻ കഴിയില്ല. ഇവിടുത്തെ നീതിന്യായ കോടതികൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും സമുച്ചയമായിരിക്കുന്ന ഭരണഘടനാ സൂത്രങ്ങളാണ് നമുക്കുള്ളത്. ഈ ലോകരാഷ്ട്രങ്ങൾ ഒന്നോടെ അത് അംഗീകരിച്ചു തരുന്ന ഒരു വസ്തുതയാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറഞ്ഞാൽ. അതിന് ഒരു അർത്ഥവാക്യം എങ്ങനെയുണ്ട്? 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്നുള്ള അനുഗ്രഹീതമായ നല്ല നിയമം നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ തന്നെ യേശു ക്രിസ്തുവിന്റെ കാര്യത്തിൽ ആ നിയമം പാടെ വഴിമാറിക്കൊണ്ട് യേശു ക്രിസ്തുവിന്റെ മേൽ ഒരു കുറ്റാരോപണം നടത്തുവാനിടയായി തീർന്നു. യേശു ക്രിസ്തുവിന്റെ മേൽ ഒരു ശിക്ഷ വിധിക്കുവാനിടയായി തീർന്നു. നീതിന്യായ കോടതികൾ 5 കോടതികൾ മാറി മാറി 7 പ്രാവശ്യം യേശു ക്രിസ്തുവിനെ മാറി മാറി വിസ്തരിക്കുവാനിടയായി തീർന്നു. അങ്ങനെ നീതിന്യായ കോടതികൾ മേൽക്കോടതിയും ഈ കോടതിയും മാറി മാറി യേശുവിനെ വിസ്തരിച്ചു. അങ്ങനെ വിസ്തരിച്ചപ്പോൾ അതിൽ ഏറ്റവും പ്രബലമായി തിരിഞ്ഞിരിക്കുന്ന ഒരു ന്യായാധിപനുണ്ടായിരുന്നു. മറ്റാരുമല്ല, പീലാത്തോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി. അദ്ദേഹം യേശു ക്രിസ്തുവിന്റെ അവർ കൊടുത്ത ആ മൊഴികൾ വായിച്ചു നോക്കി, അവനെ കുറിച്ചുള്ള കുറ്റാരോപണങ്ങൾ വായിച്ചു നോക്കിയിട്ട് ഇവനെ ക്രൂശിക്കുവാൻ തക്കവണ്ണമുള്ള യാതൊരുവിധ നിയമസാധ്യതകളുമില്ലെന്ന് താൻ ഉറക്കെ വിളിച്ചു പറയുകയാണ്. അവനിങ്ങനെയാണ് പറഞ്ഞത്, ഈ നീതിമാന്റെ കാര്യത്തിൽ എനിക്കൊരു കൃത്യവും കാണുവാൻ കഴിയുന്നില്ല. അങ്ങനെ കീഴ്ക്കോടതിയിലെ ആളുകൾ അല്ലെങ്കിൽ അവിടെ കൂടിയിരുന്ന പുരോഹിതന്മാരും സംഘടനകളുമൊക്കെ യേശുവിനെ ക്രൂശിക്കണമെന്ന് ആക്രോശം നടത്തിയപ്പോൾ താൻ ആ വിധി നിർണയിച്ചിട്ട് താൻ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ അവിടെ നിന്ന് പറയുകയാണ്, പീലാത്തോസ് ഈ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത്, യേശു നീതിമാനാണെന്ന് വിളിച്ചു പറയുകയാണ്. അങ്ങനെ മേൽക്കോടതികളും കീഴ്ക്കോടതികളും വിളിച്ചു, യേശുവിൽ ഒരു കുറ്റവുമില്ല. പക്ഷേ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അതിൽ ശക്തമായി നിൽക്കുന്നു. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത്. അങ്ങനെയുള്ള നിയമം നിലനിൽക്കുമ്പോൾ തന്നെ യേശു ക്രിസ്തുവിന്റെ മേൽ അവർ കുറ്റാരോപിതരാക്കി. യേശു ക്രിസ്തുവിനെ അവർ പിടിച്ചു വലിച്ചുകൊണ്ട് ഗബത എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഗബത എന്ന് പറഞ്ഞാൽ അവിടെ കുറ്റവാളികളായിട്ട് ശിക്ഷിക്കുന്നവരെ ശിക്ഷിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഒരു കൽപ്പത്തലമുണ്ട്. കൽപ്പത്തലത്തിലേക്ക് യേശു ക്രിസ്തുവിനെ വില്ലുപോലെ വിളിച്ചു നിർത്തിയിട്ട് ആരോഗ്യ നേതാക്കന്മാരായിരിക്കുന്ന 2 പുരുഷന്മാർ ചട്ടമാറുകൾ കൊണ്ട് യേശുവിന്റെ പുറത്തേക്ക് കാഞ്ഞടിക്കുകയാണ്. എന്ന് പറയെ 40 അടികൾ യേശു ക്രിസ്തുവിന്റെ ശിരസിലേക്കും അവന്റെ ശരീരത്തിലേക്കും ഏറ്റുവാങ്ങുവാനിടയായി തീർന്നു. അങ്ങനെ ആ ശിക്ഷ നടപ്പിലാക്കിയതിനു ശേഷം അവിടെ നിന്ന് യേശു ക്രിസ്തുവിനെ വലിച്ചെടുത്തുകൊണ്ട് ഗോൽഗോത്ത മാമലകൾ മുകളിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ കൊണ്ടുപോകുന്ന പോക്കിൽ യേശു ക്രിസ്തുവിന്റെ ശിരസിലേക്ക് അവന്റെ തോളിലേക്ക് ഭാരമേറിയ ഒരു മരക്കുരിശ് എടുത്ത് വെക്കുവാനിടയായി തീർന്നു. അങ്ങനെ മരക്കുരിശിൽ ചുവന്നുകൊണ്ട് യേശു ക്രിസ്തു ആ ഗോൽഗോത്തയിലേക്ക് നടന്നു കയറുമ്പോൾ ആ നിയമം ഇപ്പോഴും
അങ്ങനെ തന്നെ നിൽക്കുന്നു. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത്. അങ്ങനെ ആ നിയമം നിലനിൽക്കുന്നു. ഇതാ 2 കള്ളന്മാരുടെ നടുവിൽ യേശുക്രിസ്തുവിനെ ഒരു കുറ്റവും ചെയ്യാത്ത, ഒരു കുറ്റം ചെയ്യാത്ത യേശുക്രിസ്തുവിനെ അവർ ക്രൂശിക്കുവാനിടയായി തീർന്നു. എന്തിനാണ് യേശു ഇങ്ങനെ ഒരു ശിക്ഷ ഏറ്റുവാങ്ങിയത്? പലരും പറയുന്നു യേശുവിനെ ക്രൂശിച്ചു കൊന്നതാണ്. പക്ഷേ ഞങ്ങൾ പറയുന്നു അങ്ങനെയല്ല സ്നേഹിത. യേശു നിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവരി ക്രൂശിൽ സ്വയം തന്റെ ജീവൻ